വീണ്ടും ഒരു വ്യാഴാഴ്ച ഇന്ത്യൻ സിനിമാ ലോകം രജനീകാന്ത് എന്ന നടന്റെ പ്രഭാവത്തിൽ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്നു. വെള്ളിത്തിരയിൽ അരനൂറ്റാണ്ട് തികയുന്ന ദിനം വീണ്ടും ഒരു വ്യാഴാഴ്ചയായത് ഒരു പക്ഷേ അപ്രതീക്ഷിതമായിരിക്കാം. രജനീകാന്ത് എന്ന നടന്റെ വളർച്ചയിൽ വ്യാഴം എന്ന ദിവസത്തിന് വലിയ സ്ഥാനമുണ്ട്. സിനിമയുടെ വെള്ളി വെളിച്ചം പതിഞ്ഞതും ശിവാജി റാവു ഗെയ്ക്വാദ് രജനീകാന്തായി മാറിയതും ഒരു വ്യാഴാഴ്ചയായിരുന്നു. വർഷം 1975 അപൂർവരാഗം എന്ന കെ ബാലചന്ദ്ര സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്ന ദിനം, അതും ഒരു വ്യാഴാഴ്ചയായിരുന്നു. നായകൻ കമലഹാസൻ, നായിക ശ്രീവിദ്യ, വില്ലനായി എത്തിയത് ഒരു പുതുമുഖ താരം, പേര് ശിവാജി റാവു ഗെയ്ക്വാദ്. തെന്നിന്ത്യൻ സിനിമയിൽ ശിവാജിക്ക് ഇടമില്ലാത്ത വിധം ശിവാജി ഗണേശൻ വാണിരുന്ന കാലമായിരുന്നു അത്. അവിടെ മറ്റൊരു ശിവാജിക്ക് സ്ഥാനം ലഭിക്കില്ല. സംവിധായകൻ ബാലചന്ദ്രൻ ആ പുതുമുഖത്തിന് ഒരു പുതിയ പേര് കണ്ടെത്തി. 1966 താൻ സംവിധാനം ചെയ്ത മേജർ ചന്ദ്രകാന്ത് എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് രജനീകാന്ത്. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. 1975 മാർച്ച് 27. അത് വെറും ഒരു പേരിടൽ മാത്രമായിരുന്നില്ല, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പിറവി കൂടിയായിരുന്നു. ഭാവിയുടെ താരത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു എന്നാണ് അന്നൊരു മാഗസീനിന് ബാലചന്ദ്രൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് തെറ്റിയില്ല, ആ വാക്കുകൾ സത്യമായി. ഇന്ന് ഇന്ത്യ കണ്ട അല്ല, ലോകം കണ്ട നടന്മാരിൽ രജനീകാന്ത് ഉണ്ട്. രജനീകാന്തിന്റെ ഇഷ്ടമൂർത്തിയായ സെയിന്റ് രാഘവേന്ദ്രയ്ക്ക് വ്യാഴം പുണ്യ ദിവസമായിരുന്നു എന്നതും മറ്റൊരു അപൂർവതയായി.